അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ്. ഇന്നലെ തന്നെ മാവെല്ലാം അരച്ച് വെച്ചിട്ട് കിടന്നത്, അതുകൊണ്ട് ഇന്ന് ദോശയാണേ. സാമ്പാറൊന്നുമില്ല, കടലക്കറി. അപ്പത്തിൻ്റെ കടലക്കറി ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു, അത് കാരണം കടലക്കറി വെച്ച് നമുക്ക് ഇന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അല്ല പിന്നെ സാമ്പാർ വെച്ചാൽ അത് പിന്നെ മിച്ചമായിട്ട് അങ്ങ് ഇരിക്കുവേ. അപ്പോൾ ഇന്ന് ദോശയും കടലക്കറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ദോശ ചുടുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ചെറുക്കന് സമാധാനമായിട്ടുണ്ടെന്ന്. ദോശയാണല്ലോ എന്ന് വിചാരിച്ചു. അവൻ്റെ ഇഷ്ട ഭക്ഷണമാണ് ദോശ കേട്ടോ. പുറത്ത് കടയിൽ പോയാൽ പോലും അവന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവൻ ആദ്യം പറയുന്നത് ദോശ വേണമെന്നാണ്. അല്ലാതെ വേറെ ഒരു സാധനത്തോടും ഇത്ര ഇൻട്രസ്റ്റ് അവൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ദോശയും സാമ്പാറും ഇത് രണ്ടുമാണ് അവൻ്റെ ഫേവറേറ്റ് സാധനം. എന്താണെങ്കിലും ഇന്ന് സാമ്പാറൊന്നുമില്ല, കടലക്കറി വെച്ച് അവൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യട്ടെ. രാവിലത്തെ തണുപ്പ് കാരണം കുറച്ചു നേരം എഴുന്നേക്കും, പിന്നെയും പോയി കിടക്കും, പിന്നെ എഴുന്നേക്കും, പിന്നെയും കിടക്കും. ഈ പരിപാടിയൊക്കെ തന്നെയാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം അതികഠിനമായ തണുപ്പാണ് നമുക്കിവിടെ. എന്താണേലും എന്താ കടലക്കറി എടുത്ത് ദോശയൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ ചെറുക്കാപ്പി എൻ്റെ പെങ്കൊച്ച് പല്ല് തേക്കുവാണ്. അതുകൊണ്ട് ആ പെട്ടിയുടെ മുകളിൽ കയറിയെന്നാണ് പല്ല് തേരും കാര്യങ്ങളുമൊക്കെ. എല്ലാം കഴിഞ്ഞ് ഇനി വലിയൊരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്, ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു ദോശയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല, ഇത് കൊടുക്കാനായിട്ട് ഞാൻ ഇന്ന് ഈ വീട് ഫുൾ ഓടേണ്ട ഗതികേടാ. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത മൂഡാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇത് എത്രത്തോളം ഓടുമെന്ന്. ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ കൊടുത്താൽ അത് ഫുള്ള് കഴിക്കുമെന്നായിരിക്കും. വെറുതെയാണ് അത് ഇപ്പം ഓടും ഇവിടുന്ന്. ഇതിങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, ആ ഓടുന്ന വഴിയിലെങ്കിലും വായിലൊന്ന് കഴിച്ചൊന്ന് വെച്ചാൽ മതിയായിരുന്നു. ഇത് വായിലോട്ട് വെക്കും, പക്ഷെ എന്ത് ചെയ്താൽ വിഴുങ്ങത്തില്ലേ. അങ്ങനെ ഞാൻ ഇന്ന് റൗണ്ട് അടിച്ച് ഒരു വിധത്തിൽ ഒരു ദോശ ഫുള്ളാക്കിയിട്ടുണ്ടേ. അപ്പം ഞാൻ പതിവ് പോലെ വന്ന് പരിപാടികളെല്ലാം കഴിഞ്ഞെന്നല്ല, രാവിലത്തെ പരിപാടികൾ മാത്രം കഴിഞ്ഞു. ഉച്ചക്കത്തെ പരിപാടി ഒന്നും തുടങ്ങിയില്ല. ഉച്ചയ്ക്ക് ആരും അങ്ങനെ ഉണ്ണാനില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പയ്യെ പരിപാടികളൊക്കെ ആരംഭിച്ചാൽ മതി. അയല കിട്ടിയായിരുന്നു, അയല വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനിട്ട് പണി ആരംഭിക്കണം. അപ്പം അതിന് മുമ്പ് ആദ്യം ഞാൻ ചായയും കുടിച്ച്, ദോശയായിരുന്നു ഇന്ന് രാവിലെ, അപ്പം ദോശയും കഴിച്ച് ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു. ആഹാരം കഴിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കിടക്കട്ടെ. അപ്പം ഇന്ന് മാങ്ങ ഇരിപ്പുണ്ട്, അച്ചാറിടാനായിട്ട് അരിയണം. കുറച്ച് കഴിഞ്ഞിട്ട് അരിയാം, എന്താണേലും ഫുഡ് കഴിച്ചിട്ട് അരിയുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അവിടെ എടുത്ത് ഇത്തിരി നേരം വെള്ളത്തിലോട്ട് അങ്ങിട്ടേ. അപ്പോൾ ഇന്ന് നമ്മുടെ ദോശ എടുത്ത് കടലക്കറി എടുത്ത് ചായയൊക്കെ കുടിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത്ര നേരത്തെ ക്ഷീണം ഒന്ന് തീർക്കണ്ടേ പിന്നെ നമുക്ക്. അപ്പം ഇതൊക്കെ കഴിച്ചൊന്ന് സമാധാനപരമായിട്ട് ഇന്ന് അടുക്കള കയറുന്നുള്ളൂ, ഇനി അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തീരുമാനിച്ചായിരുന്നു. കാരണം ഇന്ന് പ്രത്യേകിച്ച് ആരും തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനില്ല, അതാണ് ഇത്തിരി സമാധാനം. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഉപ്പും കായപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ തിരുമ്മി കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തോടെ വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അത് അച്ചാറിട്ടത്. സത്യം പറഞ്ഞാൽ ഇത് 2 ദിവസമായി ഇവിടെ ഇരിക്കുന്ന. ചെറുക്കനോട് പറഞ്ഞുമില്ല, ഞാൻ അരിയാനിട്ട് എടുത്തതുമില്ല. അവനോട് പറഞ്ഞാൽ പിന്നെ ഇത് അരിയേണ്ടി വരത്തില്ല, അവൻ്റെ വയറ്റിലോട്ട് അങ്ങ് ചെല്ലത്തേ ഉള്ളൂ. അത് കാരണം പിന്നെ പറയാനേ പോയില്ലേ. 2 3 ഞാൻ വെച്ചിട്ടുണ്ട്, ബാക്കി എടുത്തതേ ഉള്ളൂ അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് വെച്ചിട്ടാണ് അച്ചാറിട്ടത്. അപ്പം അച്ചാറിടയിലും പരിപാടികളും എല്ലാം കഴിഞ്ഞു. ഓൾറെഡി ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ, അയല വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് കറി വെക്കണം. ഇത് പിന്നെ ഇങ്ങനെ മട്ടിൽ ഓടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉച്ചയ്ക്ക് ആരും ഇല്ല എന്നുള്ള ഒരു വലിയ സമാധാനം കൊണ്ടാണ് ഇങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങളും അങ്ങ് ചെയ്യുന്നത്. ഇന്ന് വെള്ളത്തിലൊന്നും ഒഴിച്ച് വെച്ച് ചാലിക്കോ എടുക്കോ പരിപാടികളോ ഒന്നുമില്ലായിരുന്നു. ഡയറക്റ്റായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ അങ്ങ് ചേർക്കുമായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ സെയിം മീൻകറി തന്നെ. മീനൊക്കെ കഴുകി വൃത്തിയാക്കി പുളിയൊക്കെ ഒന്ന് വെള്ളത്തിയിട്ട് ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി, കടുക് വറുക്കാൻ മറക്കരുതേ. അത് കഴിഞ്ഞിട്ട് ഈ പൊടികളെല്ലാം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പുളിയും കൂടെ ഇട്ടിട്ട് ഉപ്പും ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കും. തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പതിവ് പോലെ നമ്മുടെ മീനെ എടുത്ത് അതിനകത്തോട്ടിട്ട്
കുറച്ച് നേരം അടച്ച് വെച്ച് പരിപാടിയെല്ലാം ദാ ഇപ്പം കഴിഞ്ഞു. മീൻകറി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പം അത് മീൻകറി ഉണ്ടാക്കാൻ പാടില്ല, പക്ഷെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാനാണ് സത്യം പറഞ്ഞാൽ പാട് കേട്ടോ. അപ്പോൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് മീൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ആയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.